ഒന്ന് മാറി എന്താണെന്ന് അവിടെ എന്താ? അതെ, പ്രതിഷേധ പ്രകടനം വരുന്നുണ്ട്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നിങ്ങൾ ഒന്ന് മാറി നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. അവര് വരട്ടെ. സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാതിരുന്നത് എൻ്റെ ഒരു വാക്കോ എൻ്റെ ഒരു ശബ്ദമോ അല്ലെ എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ കാരണം മലങ്കര സഭയ്ക്ക് ഒരു പ്രയാസമോ വേദനയോ ഉണ്ടാകരുതെന്നുള്ള നല്ല ബോധ്യത്തിലാണ്. എന്നാൽ പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്, കൃത്യമായി അറിയിച്ചിട്ടുണ്ട്, കൃത്യമായ നടപടി ഉണ്ടാകും. ആരും സഭയേക്കാൾ വലുതല്ല, സഭയേക്കാൾ വലുതായി ഒന്നുമില്ല. നമ്മുടെയൊക്കെ പ്രധാനം സഭയാണ്. പിതാക്കന്മാർ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നാളിതുവരെ നമ്മെ ഏൽപ്പിച്ച സഭയുടെ നിലനിൽപ്പും സ്വാതന്ത്ര്യവും അതിൻ്റെ സുവിശേഷ ബോധ്യവും കൈവിടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കാര്യങ്ങളിൽ നമ്മുടെ അടൂർ ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലും ന്യായീകരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹം സഭയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു രീതിയിൽ ന്യായീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. ഈ കാര്യങ്ങളിൽ വരും ഏതാനും ദിവസങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകും. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്നുള്ളതാണ് സഭയുടെ അൽമായ ട്രസ്റ്റി എന്ന നിലയിൽ എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതെ, അമേലച്ചൻ തന്നെയാ. ഞാൻ ഇന്നലെ തൊട്ട് എനിക്ക് വരുന്ന എല്ലാ ഫോൺ കോളുകളോടും എല്ലാ ശബ്ദ സന്ദേശങ്ങളോടും പ്രതികരിക്കുന്നുണ്ട്. ഇത് പ്രതികരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ മലങ്കര സഭയുടെ നിലപാടുകൾക്ക് എന്താ ആർക്കാ സംശയം? ഒരു സംശയവും ആർക്കും വേണ്ട. അത് മെത്രാപ്പോലീത്തന്മാർക്കും വേണ്ട, വൈദികർക്കും വേണ്ട, ആത്മായർക്കും വേണ്ട. മലങ്കര സഭ വളരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. അത് പിതാക്കന്മാരും സഭയുടെ സമിതികളും മലങ്കര ക്രിസ്ത്യാനി അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ആവർത്തിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1934 ഭരണഘടനയും സുപ്രീം കോടതി വിധിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കോടതി വിധികളും അത് മലങ്കര സഭയുടെ നീതിയുടെ പോരാട്ടത്തിൻ്റെ പാതയിൽ നൽകിയ ദൈവകൃപയാൽ ലഭിച്ച അംഗീകാരമാണ്. കോടതി വിധി എന്ന് കേൾക്കുമ്പം നെറ്റി വിളിക്കേണ്ട കാര്യം എന്താ? ഭാരതത്തിൽ എത്രയോ കോടതി വിധികളുണ്ടാകുന്നു. അതെല്ലാം നീതിയുടെ സംഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം നീതിയുടെ അടിസ്ഥാനപരമായ നിർമ്മാണമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിലൊക്കെ ദൈവിക ഇടപെടലുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന സമൂഹമാണത്. അതുകൊണ്ട് ഈ 34 ഭരണഘടന തള്ളി പറയാൻ ആർക്കും അവകാശമില്ല. മലങ്കര സഭയുടെ കോടതി വിധികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ പള്ളിപിടുത്തക്കാരെന്ന് ആക്ഷേപിക്കാൻ ആർക്കും, മെത്രാപ്പോലീത്തന്മാരുൾപ്പെടെയുള്ള ആർക്കും അവകാശമില്ല. അതങ്ങനെ അവകാശമുള്ളത്? പിന്നെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ, മെത്രാപ്പോലീത്ത ഉൾപ്പെടെ പറഞ്ഞെങ്കിൽ ആ മെത്രാപ്പോലീത്തോട് ചോദിക്കണം. ഏതായാലും 34 ഭരണഘടനയും കോടതി വിധികളെയും തള്ളിപ്പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല. മെത്രാപ്പോലീത്തന്മാർക്കും അധികാരമില്ല, സ്ഥാനികൾക്കും അധികാരമില്ല. മലങ്കര സഭയുടെ നിലപാട് നിശ്ചയിക്കുന്നത് മൈക്കിൻ്റെ മുമ്പിൽ നിന്നല്ല. മലങ്കര സഭയുടെ നിലപാട് നിർണ്ണയിക്കുന്നത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാണ്. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പള്ളി പ്രതിപുരുഷ യോഗമാണ്. അങ്ങനെ മലങ്കര സഭയ്ക്ക് രൂപപ്പെടുന്ന നിലപാട് മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാറ്റം വരുത്തണം. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനി എന്ന നിലയിൽ അവസാന ശ്വാസം വരെ ആ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ നിലപാടോടൊപ്പം ചേർന്ന് നിന്നിരിക്കും. അതിന് മാറ്റം വരുത്തേണ്ടവർക്ക് ആർക്കും അധികാരമില്ല. അതിന് ആർക്കും ഒരു സംശയവും വേണ്ട.